CMC വെല്ലൂരിലെ ഏതൊക്കെ കാറ്റഗറിയിൽ എത്രയൊക്കെ സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ പോകേണ്ടത്, ഏതൊക്കെ കാറ്റഗറിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് കുട്ടികൾ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. CMC വെല്ലൂരിലെ നമുക്ക് ആകെ 100 സീറ്റുകളിൽ 50 സീറ്റുകളും തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. തമിഴ്നാട്ടിലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള അവിടുത്തെ തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ സമുദായത്തിന് 20 സീറ്റും തമിഴ്നാട്ടിലെ ബാക്കിയുള്ളവർക്കായിട്ട് 30 സീറ്റുകളും, അങ്ങനെ 50 സീറ്റുകൾ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. തമിഴ്നാട് പുറത്ത് അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെ തമിഴ്നാട് പുറത്തുള്ളവർക്ക് മാനേജ്മെന്റ് സീറ്റായിട്ടും 50 സീറ്റുകളാണ്. അതിൽ 10 സീറ്റുകൾ CMC വെല്ലൂരിലെ സ്റ്റാഫ് കോട്ടയാണ്. ഇത് CMC വെല്ലൂരിന്റെ സ്റ്റാഫുകൾക്ക് മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. മൈനോറിറ്റി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ സമുദായാംഗങ്ങളിൽ ഏതാണ്ട് 62ഓളം കാറ്റഗറികളാണ്. ഓരോ സീറ്റുകൾ വെച്ച് ഓരോ കാറ്റഗറികൾക്കും ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. അങ്ങനെ 38 സീറ്റുകൾ ഈ ഒരു 62 വിഭാഗങ്ങൾക്കായിട്ട് വീതിച്ച് നൽകിയിരിക്കുന്നുണ്ട്. അപ്പോൾ 2 സീറ്റുകളാണ് ഓപ്പൺ കാറ്റഗറിയിലുള്ളൂ. അതായത് ഇന്ത്യയിൽ നീറ്റ് എക്സാം എഴുതുന്ന ഓൾ ഇന്ത്യയിൽ റാങ്ക് അനുസരിച്ച് 2 സീറ്റുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ CMC വെല്ലൂരിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലുമായിട്ടും ഓപ്പൺ സീറ്റ് 55,000 രൂപ പെർ ഇയറിന് 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്കും 1ഉം 2ഉം സീറ്റ് ഓരോ സമുദായ വിഭാഗത്തിനും വേണ്ടിയിട്ട് വീതിച്ച് നൽകിയിരിക്കുകയാണ് ചെയ്തത്. 10 സീറ്റ് സ്റ്റാഫ് കോട്ടയ്ക്കും ബാക്കി 50 സീറ്റുകൾ തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകൾക്കും 55,000 രൂപ മാത്രം വാർഷിക ഫീസ് വെച്ചിട്ട് വേറെ NRI റാങ്കുകളോ അല്ലെങ്കിൽ സീറ്റുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സീറ്റുകളോ ഇവിടെ അവൈലബിൾ അല്ല. MBBSനും ഹൗസ് സർജൻസിനും ശേഷം നിങ്ങൾ 2 വർഷം CMC വെല്ലൂരിന്റെ CMC മിഷണറിയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ബോണ്ട് ചെയ്യണമെന്ന വ്യവസ്ഥയോട് കൂടി തന്നെയാണ് CMC വെല്ലൂരിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു PG എൻട്രൻസിനുള്ള അനുവാദം കോളേജ് തരുകയുള്ളൂ. അപ്പോൾ ഇതാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാകും. ഈ 2 ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് എയിംസിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ഏറ്റവും ടോപ്പ് മാർക്ക് 2025 ഒരു 550 മാർക്കിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സീറ്റ്, അല്ലെങ്കിൽ 2024 680നും 690 മാർക്കിനും, അതുപോലെ തന്നെ 2023 690 മാർക്കൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഈ 2 സീറ്റുകൾ നമുക്ക് ലഭ്യമാകുക. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിലുള്ള സീറ്റിന് ക്രിസ്ത്യൻസ് അല്ലാത്തവർക്ക് ആണെങ്കിൽ വളരെ സാധ്യതകൾ കുറവാണ്. അത്രയും CMC വെല്ലൂരിൽ പഠിക്കണം എന്നുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് ഈ 38 സീറ്റുകൾ. ഈ 38 സീറ്റുകൾ ഏതൊക്കെ കാറ്റഗറിക്കാണ്, ഏതൊക്കെ മൈനോറിറ്റി നെറ്റ്വർക്കിനാണെന്നും കൂടി നമുക്ക് നോക്കാം. CMC വെല്ലൂരിലെ പ്രോസ്പെക്ടസിലെ 13ാമത്തെ പേജിലെ 62 ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മലങ്കര അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ്, അങ്ങനെ CMCയുടെ വിവിധ വിഭാഗങ്ങൾ, ഇങ്ങനെ പല വിഭാഗങ്ങൾക്കായിട്ട് മൊത്തം 62 വിഭാഗങ്ങൾക്കായിട്ടാണ് ഈ 38 സീറ്റുകൾ 1ഉം 2ഉം സീറ്റൊക്കെ വെച്ചിട്ട് സ്പോൺസർഷിപ്പ് ഉള്ളത്. ഇതിൽ ഈ 62 എന്ന് പറയുന്നതിൽ എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ട് 2 സീറ്റുകളാണ് ഉള്ളത്. റോമൻ കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ് ഒക്കെ പോലെയുള്ള പ്രത്യേകിച്ച് CMC വെല്ലൂർ റിസർവേഷൻ ഇല്ലാത്ത വിഭാഗങ്ങളാണിത്. അപ്പോൾ ഇത് CMCയുടെയും ബാക്കിയുള്ള വിഭാഗത്തിന് മാത്രമേ കാത്തലിക്സിന് അവിടെ പ്രത്യേകിച്ച് സീറ്റ് ഇല്ല. അപ്പോൾ കാത്തലിക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രിസ്ത്യൻസിനും ഈ 62 എന്ന് പറയുന്ന വിഭാഗത്തിൽ 2 സീറ്റുകൾ മാത്രമാണുള്ളത്, കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക്സ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് എത്ര സീറ്റുകൾ CMC വെല്ലൂരിൽ ഉണ്ട് എന്ന് ഓപ്പൺ വിഭാഗത്തിലുള്ള 2 സീറ്റും പിന്നെ ഈ 62 എന്ന കാറ്റഗറിയിലെ 2 സീറ്റും, 4 സീറ്റുകൾ മാത്രമേ കാത്തലിക്സ് വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻസിനുള്ളത്. ബാക്കിയുള്ള ഓരോ വിഭാഗത്തിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസർഷിപ്പ് അനുസരിച്ച് 1-2 സീറ്റുകൾ കിട്ടും. ഈ 62 അല്ലാത്ത വിഭാഗത്തിന് സ്പോൺസർഷിപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയോസിസിൽ പോയിട്ട് നിങ്ങളുടെ പള്ളി വഴി പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ സ്പോൺസർഷിപ്പ് ബൈബിൾ ടെസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കും. ചിലർക്ക് നീറ്റിന്റെ സ്കോർ വെച്ച് തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള സ്പോൺസർഷിപ്പിന്റെ ഫോമുകൾ നിങ്ങൾ പൂരിപ്പിച്ച് പള്ളി അല്ലെങ്കിൽ അതിന്റെ കോർപ്പറേറ്റ് ഓഫീസും വഴി നിങ്ങൾ മൂവ് ചെയ്യേണ്ടതാണ്. ഈ വിഭാഗം മാത്രം, അതായത് 62 എന്ന് പറയുന്ന ഈ സീറ്റിൽ 2 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസ്പെക്ടസിലുള്ള അനക്ഷർ 4 എന്ന് പറയുന്ന 2 പേജാണ് അത് അനക്ഷർ 4 ഉള്ളത്. ഇത് പ്രോസ്പെക്ടസിന്റെ 15ാമത്തെ പേജിലെ അനക്ഷർ 4. ഇതിലൊരു ഫോട്ടോ ഒട്ടിച്ച് അതിന്റെ താഴെ ഒരു സിഗ്നേച്ചർ ഒക്കെ ഇട്ട് ഇത് പൂരിപ്പിച്ച് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് ഇവിടെ, MBBS മാത്രമല്ല MBBS നഴ്സിംഗ്, അതുപോലെ തന്നെ ധാരാളം എലൈഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതുള്ളത് കറക്റ്റായിട്ട് അവിടെ കൊടുത്ത് ആദ്യം ഈ ഒന്നാമത്തെ പേജ് നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻസിൻ്റെ പേരൊക്കെ സൈൻ ചെയ്ത് പിന്നെ ഈ സമുദായ അംഗങ്ങളായിട്ടുള്ള 2 പേർക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ സമുദായ അംഗങ്ങളായിട്ടുള്ള 2 പേർക്ക് സൈൻ ചെയ്യാം. രണ്ടാമത്തെ പേജിൽ നമ്മളുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ വികാറാണ് അതിൽ സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ അനക്ഷർ 4ഉം നമ്മുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും നമ്മുടെ ക്രിസ്ത്യൻ എന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ചെയ്തതിന് ശേഷം ബൈ പോസ്റ്റ് നമ്മൾ CMC വെല്ലൂരിലോട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പം 62 എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി റിസർവേഷൻ കിട്ടാൻ ഓൺലൈനിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അവർക്ക് പ്രത്യേകിച്ച് ബൈബിൾ ടെസ്റ്റ് ഒന്നും തന്നെയില്ല. അവരെ അനക്ഷർ 4ന് 2 പേജും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കൂടെ കൂട്ടിയിട്ട് ഏപ്രിൽ മാസത്തിനുള്ളിൽ നമ്മൾ CMC വെല്ലൂരിന് ബൈ പോസ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്ത പാർട്ട് 3ൽ നമ്മൾ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.